12th one. A can do 2/3 of a certain work. A can do 2/3 of a certain work in 12 days. And B can do 1/6 of the same work in 4 days. A can do 2/3 of a certain work in 12 days and B can do 1/6 of the same work in 4 days. Find in how many days will they together complete the work. A can do 2/3 of a certain work in 12 days and B can do 1/6 of the same work in 4 days. Find in how many days will they together complete the work. അപ്പൊ എയുടെയും ബിയുടെയും 1 day വർക്ക് കൊണ്ട് കണ്ടാല് നമുക്ക് അതിന്റെ ടോട്ടലിന്റെ എയുടെയും ബിയുടെയും കൂടെ ഉള്ള രണ്ടിനെയും കൂടെ ഉള്ള ഒരുമിച്ചുള്ള 1 day വർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അത് കണ്ടുപിടിച്ചിട്ട് ചെയ്താൽ മതി. അപ്പം എയുടെ തന്നേക്കുന്നത് എന്താണ്? 12 ഡേയ്സില് A completes 2/3 of the work in 12 days. അപ്പൊ എയുടെ 1 day വർക്ക് എന്ന് പറയുന്നത് 2/3 ആണ് 12 ദിവസങ്ങൾ. 2/3 divided by 12 ആണ്. Therefore, എയുടെ 1 day വർക്ക് is 1 day വർക്ക്. അപ്പൊ ടോട്ടൽ വർക്ക് 2/3 ആണ് 12 ദിവസം കൊണ്ട് തീർത്തത്. അപ്പൊ 2/3 divided by 12 അല്ലേ വരുന്നത്? work is equal to 2/3 of the work 12 ദിവസം കൊണ്ട് തീർത്തു. അപ്പം 2/3 into 12. അപ്പം 1/18 ആണ് എയുടെ 1 day വർക്ക് എന്ന് പറയുന്നത്. B completes 1/6 of the work in 4 days. Therefore, B's 1 day work is equal to ബിയുടെ 1 day വർക്ക് എന്ന് പറയുന്നത് 1/6 of the work 4 days തീർത്തു. അപ്പൊ 1/6 4 ദിവസം കൊണ്ട് തീർക്കുന്നത്. അപ്പൊ 1/6/4. അപ്പൊ 1/20. 1/6 into 4 വരും 1/24. അപ്പം എയുടെ 1 day വർക്ക് 1/18, ബിയുടെ 1 day വർക്ക് 1/24. ചെയ്ത പ്രോസസ് ഒന്നും കൂടെ പറയാം. എ 2/3 of the work 12 days കൊണ്ട് തീർത്തു. അങ്ങനെയാണെങ്കിൽ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 3/2 days വേണ്ടി വരും. 12 into 3/2 വേണം. അത് നമ്മൾ നോക്കണ്ട. 2/3 ചെയ്യാൻ 12 ദിവസം. അപ്പം നമ്മൾ 1 day വർക്ക് എന്ന് പറഞ്ഞാൽ 2/3 12 ദിവസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അയാളുടെ 1 day വർക്ക് കിട്ടും. അതുപോലെ തന്നെ ബിയുടെ 1/6 ഓഫ് ദ വർക്ക് ബി 1/6 4 days തീർന്നു. അപ്പം ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോൾ 1/6 divided by 4 വരും. 1/6 divided by 4 1/24. അപ്പം എ പ്ലസ് ബിസ് 1 day വർക്ക് എന്ന് പറയുന്നത് 1/18 plus 1/24 ആണ്. LCM 72 വരും. രണ്ടിനും 6 കോമൺ ആണ്. 18 into 4 24 into 3 7/72. എയുടെയും ബിയുടെയും 1 day വർക്ക് എന്ന് പറയുന്നത് 7/72 ആണ്. അപ്പൊ അവരുടെ 1 day വർക്ക് കിട്ടിയ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ അല്ലേ വരുന്നത്. Therefore, number of days required by A plus B together, A and B together to complete the work is equal to 1 divided by 1 day work of A and B, which is equal to 1 divided by 7/72 equal to 72/7 equal to 10 and 2/7 days. അപ്പം 10 and 2/7 days കൊണ്ടാണ് രണ്ടുപേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഈ വർക്ക് തീരുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ഡേറ്റ ഫുൾ ഡേ വർക്കിന്റെ അല്ലായിരുന്നു,
എക്ക് 2/3 ഓഫ് ദ വർക്ക് ചെയ്യാൻ 12 ദിവസം വേണം. അപ്പം ഒരു ദിവസത്തെ അയാളുടെ വർക്ക് എന്ന് പറയുന്നത് 2/3/12 ആണ്. ബിക്ക് 1/6 ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 4 ഡേയ്സ് വേണം. അപ്പം അയാളുടെ 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 1/6 ഡിവൈഡ് ബൈ 4 1/24. എന്നിട്ട് നമ്മൾ എയുടെയും ബിയുടെയും കൂടെ ഒരുമിച്ചുള്ള 1 ഡേ വർക്ക് എന്ന് പറയുന്നത് 7/72 ആണ്. അപ്പോൾ എയും ബിയും കൂടെ ടുഗദർ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും.